നമ്മുടെ ഈ ചാനൽ മിസ്റ്റർ പെർഫെക്റ്റ് ടെക് ഇന്നലെ രാത്രിയാണ് ഏകദേശം ഒരു 12:30 മണിയായി കാണും നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തത്. നിങ്ങൾ എല്ലാവരുടെയും നിരന്തരമായ സപ്പോർട്ടും പിന്നെ പ്രോത്സാഹനം കാരണമാണ് നമ്മൾ വെറും 2 മാസം കൊണ്ട് 10,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തത്. സോ ഒരുപാട് നന്ദിയുണ്ട്. പ്ലസ് നിങ്ങൾ ഈ വീഡിയോൻ്റെ തംബ്നെയിലും പിന്നെ അതിൻ്റെ ടൈറ്റിലും കണ്ടു കാണും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ പുതുപുത്തൻ റിയൽമി ബാൻഡിൻ്റെ അൺബോക്സിങ്ങും പിന്നെ ഈ ബാൻഡിൻ്റെ ഗിവ് അവേ ആണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ റിയൽമി ബാൻഡിൻ്റെ അൺബോക്സിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. പ്ലസ് എങ്ങനെയാണ് ഈ റിയൽമി ബാൻഡും സ്മാർട്ട് ഫോണും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ ചെയ്യേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം. അത് മാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ റിയൽമി ബാൻഡ് നേടാൻ കഴിയും ഫ്രീ ആയിട്ടതും അത് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. സോ വീഡിയോ അവസാനം വരെ കാണുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഓക്കെ, സോ ഇതാണ് റിയൽമി ബാൻഡിൻ്റെ ഒരു യെല്ലോ ബോക്സ്. ബോക്സിൻ്റെ ഫ്രണ്ടിൽ റിയൽമി ബാൻഡിൻ്റെ ഫോട്ടോ ഉണ്ട്, സൈഡിൽ റിയൽമി, ഈ സൈഡിലും റിയൽമി. ഇപ്പോൾ നമുക്ക് നോക്കാം ബാക്കിൽ എന്താണെന്ന് നോക്കാം. ബോട്ടം ഒന്നുമില്ല. ബാക്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. ലാർജ് കളർ ഡിസ്പ്ലേ, റിയൽ ടൈം ഹാർട്ട് റേറ്റ് മോണിറ്റർ, കേബിൾ ഫ്രീ ചാർജിങ്, ആപ്പ് നോട്ടിഫിക്കേഷൻ, സ്പോർട്സ് ഡിറ്റക്ഷൻ, ട്രാക്കിംഗ്, IP68 ഉണ്ട്. അതിൻ്റെ അർത്ഥമാണ് മിക്കവാറും നമുക്കിത് സ്വിമ്മിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വെള്ളത്തിൽ മുങ്ങിയാലും ഇത് കേടാവില്ല. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ വാച്ചാണ് കാണുന്നത്. ഓക്കെ, ഇതൊന്ന് പെട്ടിയുടെ ഉള്ളിൽ നിന്ന് എടുക്കാം. ഇതൊന്ന് സൈഡ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ഒന്നുമില്ല, കേബിളൊന്നുമില്ല. നമ്മുടെ മാനുവലുണ്ട്. ഇത് നോക്കി നിങ്ങൾക്ക് പഠിക്കാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് വാച്ച് നോക്കാം. നല്ല ഡ്യൂറബിൾ സ്ട്രാപ്പാണ്. അത്രയും പ്രീമിയം ഫീലില്ല, പക്ഷേ 1,500 റുപ്പീസിൻ്റെ ബാൻഡല്ലേ, അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നല്ല സ്ട്രാപ്പാണ്. നമുക്ക് ഈ ഒരു സ്റ്റിക്കർ എടുത്ത് കളയാം. ഇതിൽ സ്വിച്ച് ഓൺ ചെയ്യാനും സ്വിച്ച് ഓഫ് ചെയ്യാനും ബട്ടൺ ഇല്ല മറ്റേ ഈ ബാൻഡിൽ. ഇത് ഏതെങ്കിലും പവർ സോഴ്സിൽ കുത്തിയ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ പ്ലഗ് പോയിന്റിൽ കുത്തിയ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓൺ ആവും. പിന്നെ ബാറ്ററി 3% ആയ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആവും. സോ റിയൽമി ലിങ്ക് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. തൽക്കാലം ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ, ഐഫോണിൽ ഇത് വന്നിട്ടില്ല. സോ നമുക്ക് ആഡ് ചെയ്യാം ഈ ഒരു വാച്ച്. അതിനുവേണ്ടി ക്ലിക്ക് ചെയ്യുക. ഒന്നുകിൽ മാനുവലി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യും. നമുക്ക് ഓട്ടോമാറ്റിക്കലി നോക്കാം. എന്താ റിയൽമി ബാൻഡ്. സോ കണക്ട് ചെയ്യാണ് വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ കൺഫേം ചെയ്യണം. നമ്മുടെ ബാൻഡിൽ കൺഫേം ചെയ്യാതെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യണം. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കൺഫേം ആവും. ഓക്കെ, കണക്റ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് നോക്കാം. ഇനി കുറച്ച് ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്തോളൂ. ഞാനത് സ്കിപ്പ് ചെയ്തു. ബിക്കോസ് ഇതാണ് ഹോം പേജ്. ഇത് ഫസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്യുമ്പോൾ സിങ്ക്രണൈസ് ആവണം. ഈ ഹോം പേജിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കാലറീസും സ്റ്റെപ്സൊക്കെ കാണാൻ കഴിയുക, നിങ്ങളുടെ ഡീറ്റെയിൽസിൻ്റെ. സോ സിങ്ക്രണൈസ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തതാണ്. നമുക്ക് ഫസ്റ്റ് സെറ്റിങ്സ് കാണാം, വാച്ച് ഫേസ്. സോ നമ്മുടെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ സെറ്റപ്പ് ഉണ്ടല്ലോ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഓരോ സെലക്ട് ചെയ്യുമ്പം അതനുസരിച്ച് നമ്മുടെ ഓട്ടോമാറ്റിക്കലി ബാൻഡിൽ അതിൻ്റെ ഡിസ്പ്ലേ ആ സെറ്റിംഗ് മാറും. എന്താണ് വരുന്നത്, എങ്ങനെയാണ് അത് കാണിക്കുന്നത്, ടൈമും ഡേറ്റൊക്കെ അത് മാറും. സോ തൽക്കാലം 5 ഓപ്ഷൻസേ ഉള്ളൂ. ഇനി മിക്കവാറും അപ്ഡേറ്റ് ചെയ്യുമ്പം കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഇൻകമിങ് കോൾസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. പിന്നെ ഐഡൽ അലേർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾ 1 മണിക്കൂറത്തേക്ക് വെറുതെ ഇരിക്കുകയാണെങ്കിൽ, അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ബീപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ എഴുന്നേറ്റ് നടക്കേണ്ട സമയമായി. നിങ്ങൾക്ക് അലാം ക്ലോക്ക് സെറ്റ് ചെയ്യാം, മെസ്സേജ് നോട്ടിഫിക്കേഷനൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഒരു ഡ്രിങ്ക് റിമൈൻഡർ ഉണ്ട്. വെള്ളം കുടിക്കാൻ വേണ്ടി നിങ്ങൾ ഓർമ്മിപ്പിക്കും ഈ ഒരു വാച്ച് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം, എത്ര മിനിറ്റ് കഴിഞ്ഞാണ് ആ ഒരു റിമൈൻഡർ വരേണ്ടത് അല്ലെങ്കിൽ കാണിക്കേണ്ടത്, അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ഉണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെയാണ് സ്പോർട്ട് മോഡ്. സ്പോർട്ട് മോഡിൽ നിങ്ങൾ കളിക്കുന്ന സ്പോർട്ട് അനുസരിച്ച് അതിൻ്റെ കാലറി കാൽക്കുലേഷൻ ചെയ്യും. ഇപ്പോൾ വാച്ചിൽ നോക്കാം. വാച്ചിൽ തൽക്കാലം ക്രിക്കറ്റ് ഉണ്ട്, റൺ ഉണ്ട്, യോഗയുണ്ട്. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. സോ ടോട്ടലി 9 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 3 സെലക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതൊന്ന് ഡീസെലക്ട് ചെയ്ത് ബാക്കി വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്ത് നോക്കാം. സോ ഫിറ്റ്നസ്, വാക്ക്, പിന്നെ ക്ലൈംബിങ്, ഈ 3 സെലക്ട് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി എടുത്ത് നോക്കിയാൽ ഇതിവിടെ വരില്ല. ഇത് വരാൻ വേണ്ടി ചെയ്യേണ്ടത് റിഫ്രഷ് അടിക്കണം. റിഫ്രഷ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവും. സോ ഇത് താഴേക്ക് വലിച്ചാൽ റിഫ്രഷ് ആവും ഹോം പേജ്. അപ്പോൾ സിങ്ക്രണൈസ് ആവുന്നുണ്ട്. ഇനി നോക്കിയാൽ അവിടെ ഈ ചേഞ്ചസ് വന്ന് കാണും. നമുക്ക് നോക്കാം. ഓക്കെ, വാക്കായി, ഫിറ്റ്നസ്, ക്ലൈംബിങ്. സോ നമ്മൾ ചെയ്ത മാറ്റങ്ങളൊക്കെ ഇതിലിപ്പം കാണിക്കുന്നുണ്ട്. പിന്നെ റേസ് ടു വേക്കപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്. എൻ്റെ അർത്ഥമാണ് നിങ്ങൾ കയ്യിൽ കെട്ടിയിരിക്കുകയാണ്, എപ്പോഴും എടുത്ത് ആ ബട്ടൺ ഞെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എടുത്തിങ്ങനെ കറക്കി എടുത്താൽ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ ഓൺ ആവും. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ റൊട്ടേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഓറിയൻറ്റേഷൻ. സോ ഇപ്പം ഇത് ലാൻഡ്സ്കേപ്പ് മോഡിലാണ്. നമുക്കിത് പിന്നെയും പോർട്രേറ്റ് ആക്കാം.
സോ റിയൽമിയുടെ പുതുപുത്തൻ ബാൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ ബാൻഡ് ഫ്രീ ആയിട്ട് നേടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് താഴെ കോമൻറ്റ് ബോക്സിൽ പോവുക, എന്നിട്ട് എഴുതി അറിയിക്കുക നിങ്ങളുടെ ഫേവററ്റ് ഫീച്ചർ ഏതാണ് ഈ ബാൻഡിൻ്റെ. നിങ്ങൾക്ക് ഈ ബാൻഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണ്. സെക്കൻഡ് ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ 3 ഓപ്ഷൻസ് ഉണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്പർ 1 ആണ് നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം. നമ്പർ 2 ആണ് യൂട്യൂബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്പർ 3 ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾ 3 ചെയ്യുകയാണെങ്കിൽ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇത് ജയിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ചാൻസസ് കൂടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് അടിക്കുക. ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി പ്രസ് ചെയ്തേക്ക്. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.